എന്നാൽ നീ എത്രയൊക്കെ കിണഞ്ഞ് പരിശ്രമിച്ചാലും നിന്റെ പദ്ധതികൾ തരിപ്പണമാക്കാൻ അവസാന നിമിഷം ഞാൻ വന്നിരിക്കും നാഗനന്ദിയ. എല്ലാം ഗംഗയിലൂടെയാണ് അവർ മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷെ എങ്ങനെ സാധിച്ചു എന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ലല്ലോ. നാഗനന്ദിയ, കാര്യമായ ആലോചനയിലാണല്ലോ താൻ. ഭാഗ്യം കൊണ്ട് മാത്രം ആ വേലായുധം സംരക്ഷിക്കാൻ സാധിച്ചു. ഇല്ലായിരുന്നെങ്കിൽ അത് ആ കണ്ണഴകിയുടെ കൈകളിൽ അകപ്പെട്ടിരിക്കും. ഗംഗയെ സംശയമുണ്ടെന്ന് പറഞ്ഞിട്ടല്ലേ അവളെ അന്ന് ഞാൻ പരിശോധിച്ചു നോക്കിയത്. അവളുടെ ശരീരത്തിൽ വശീകരണം നടന്നിട്ടില്ല നന്ദിയ. അപ്പൊ പിന്നെ എങ്ങനെയാവും കണ്ണഴുകി അത് മനസ്സിലാക്കിയത്? കാലചക്രം ഉപയോഗിച്ച് ഗംഗയുടെ ശരീരം നീ പൂർണ്ണമായി പരിശോധിച്ചില്ല. അത് പൂർത്തിയാക്കിയാൽ മനസ്സിലാകും. കാലചക്രം എടുക്കുമ്പോ തന്നെ മായശക്തി വരുന്നത് കണ്ടില്ലേ? ഇനിയും ആ കാലചക്രം പുറത്തേക്ക് എടുക്കുവാൻ ഞാൻ തയ്യാറല്ല. ശരി, ഇനി കാലചക്രം ഉപയോഗിച്ച് പരിശോധിക്കേണ്ടതില്ല. ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ ഗംഗയുടെ ശരീരത്തിൽ കണ്ണഴകി വശീകരണ ശക്തി ചെലുത്തിയിട്ടുണ്ടോ എന്ന് നമുക്ക് പൂർണ്ണമായി മനസ്സിലാക്കാനാകും. എന്തു ചെയ്യണമെന്ന് പറയുന്നേ? ഇത് നല്ലൊരു ആശയമാണ് നന്ദിയ. പോയി ഗംഗയെ കൂട്ടിക്കൊണ്ടുവാ. ശരി, വാ ഗംഗെ. നിന്നെ പറ്റി ഇപ്പൊ ഞങ്ങൾ പറഞ്ഞോണ്ടിരുന്നേ. എനിക്ക് അതൊന്നും ഇപ്പൊ അറിയണമെന്നില്ല. നന്ദിനെ കൊല്ലാനുള്ള ആയുധം നമുക്ക് കിട്ടിയില്ലേ? അത് ഉപയോഗിച്ച് ഉടനെ നന്ദിനെ കൊല്ലാൻ ശ്രമിച്ചൂടെ? എന്താ ഇനിയോ അതിന് തുനിയാത്തത്? നമ്മൾ നാഗപഞ്ചമിയിൽ തയ്യാറാക്കിയിട്ടുള്ള ആ ആയുധത്തിന് നാഗദേവതയുടെ ജന്മനക്ഷത്രത്തിൽ ശക്തി വളരെ അധികമായിരിക്കും. നാഗദേവതയുടെ ജന്മനക്ഷത്രം തൃക്കേട്ടയാണ്. തൃക്കേട്ട ദിവസത്തിൽ തന്നെയാണ് നന്ദിനിയെ കൊല്ലേണ്ടതും. തൃക്കേട്ട നക്ഷത്രം എന്നാ വരുന്നത്? 3 ദിവസം കഴിഞ്ഞാൽ തൃക്കേട്ടയാണ്. അതിനുള്ളിൽ കണ്ണഴകി ആയുധം കൈക്കലാക്കിയ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? കണ്ണഴകിക്ക് ഇനി ആ ആയുധം കൈക്കലാക്കാനാകില്ല. കാരണം അത് വളരെ സുരക്ഷിതമായ ഒരിടത്താണ് ഞാൻ വെച്ചിരിക്കുന്നത്. എവിടെയാണ് വെച്ചിരിക്കുന്നത്? മറ്റാരുടെയും കണ്ണിൽ പെടാത്ത രീതിയിൽ കാട്ടമ്മ ക്ഷേത്രത്തിനടുത്തായി മണ്ണിൽ കുഴിച്ചിട്ടുകൊണ്ട് പുഷ്പാർച്ചന നടത്തിയിരിക്കുകയാണ് ഞാൻ. അവിടെ എന്തിനാണ് കൊണ്ടുപോയി കുഴിച്ചിട്ടത്? നന്ദിനി അവിടെ എപ്പോഴും വന്നിട്ട് പോകുന്നതല്ലേ? അവളുടെ കണ്ണിലെങ്ങാനും പെട്ടാ തീർച്ചയായും അവളത് എടുക്കും നന്ദിയ. നന്ദിനി ആയുധം എല്ലായിടത്തും അന്വേഷിക്കുന്നതായിരിക്കും. എന്നാൽ കാട്ടമ്മ ക്ഷേത്രത്തിൽ ഉണ്ടാകുമെന്നോ ഒരിക്കലും അവൾ ചിന്തിക്കില്ല. ആ കണക്കൂട്ടൽ ശരിയാവണമെന്നില്ല. താഴികക്കുടം കയ്യിൽ കിട്ടാതെ പോയതുപോലെ ഈ ആയുധവും നമുക്ക് നഷ്ടപ്പെട്ടുകൂടാ. നമുക്ക് കാട്ടമ്മ ക്ഷേത്രത്തിൽ പോയി ആയുധം അവിടെ നിന്ന് എടുത്തുകൊണ്ട് വരാം. ഗംഗ പറയുന്നതിലും കാര്യമില്ലാതില്ല. നമുക്ക് ആ കാട്ടമ്മ ക്ഷേത്രത്തിലേക്ക് പോയി ആയുധം എടുത്ത് ഇവിടേക്ക് കൊണ്ടുവരാം. നിങ്ങൾ രണ്ടുപേരും ഒരുപോലെ പറയുമ്പോൾ ഞാനായിട്ട് തടയുന്നില്ല. വാ പോവാം. എന്തു പറ്റിയമ്മേ? ആയുധമിരിക്കുന്ന ഇടം ഞാൻ മനസ്സിലാക്കി. എവിടെയാ അത് വെച്ചിരിക്കുന്നത്? കാട്ടമ്മയുടെ ക്ഷേത്രത്തിനരികിലായി മണ്ണിൽ കുഴിച്ച് പുഷ്പാർച്ചന നടത്തി വച്ചിരിക്കുകയാണ്. ആയുധം അവിടെയാണെങ്കിൽ നമുക്ക് എളുപ്പമായില്ലേ? ഞാൻ ഇപ്പൊ തന്നെ പോയി അത് എടുത്തോണ്ട് വരാം. നിൽക്ക്, നീ തനിച്ചങ്ങോട്ട് പോകണ്ട. ഞങ്ങൾ നിന്റെ കൂടെ വരാം. അതെ, അവർക്ക് മുമ്പേ നമ്മൾ അവിടെ എത്തി ആ ആയുധം സ്വന്തമാക്കണം. നമുക്ക് വരും. പൂക്കൾ വിതറിയിടത്താകും വേലായുധം വച്ചിരിക്കുന്നത്. അവിടെ തിരിഞ്ഞു നോക്കുന്നെന്തിനി? ഞാൻ നോക്കാം.
വേറെ സ്ഥലത്താണ് വേല ഒളിച്ചു വെച്ചിരിക്കുന്നതെന്നല്ലേ എന്നോട് പറഞ്ഞു. നന്ദിനി അതേ സ്ഥലത്തല്ലേ കുടിക്കുന്നത്. അവള് സത്യം മനസ്സിലാക്കിയെന്നാ തോന്നുന്നത്. വേല അവളെ കൈക്കലാക്കുന്നതിന് മുമ്പ് അവളെ ചെന്ന് തടേ. നന്ദിനി ശ്രമം തുടരട്ടെ. ഇനി എന്താണ് സംഭവിക്കുന്നതെന്ന് ഉടനെ നിനക്ക് മനസ്സിലാകും. നന്ദിനി വേലായുധം കൈക്കലാക്കാൻ പോവാ. നന്ദിനി ഒന്നും ചെയ്യാതെ നിൽക്കുന്ന കണ്ടില്ല. നന്ദീനെ ഒരു കാര്യം പറഞ്ഞാ അതിൽ അർത്ഥം ഉണ്ടാവും. നീ സമാധാനമായിട്ടിരിക്കെ. ഈ സ്ഥലത്ത് ഞാൻ ആഴത്തിൽ കുഴിച്ചു നോക്കി. ഇവിടെ ആയുധമൊന്നും കാണാനില്ല. ഒരുപക്ഷെ നമ്മൾ അത് എടുക്കാൻ വരുമെന്ന് മനസ്സിലാക്കി അവരത് എടുത്തുകൊണ്ട് പോയിട്ടുണ്ടാവും നന്ദിനി. അതിനർത്ഥം ഈയിടത്ത് അവരായുധം വെച്ചിട്ടേയില്ലെന്നാണ്. നമ്മുടെ ശ്രദ്ധ തിരിക്കുവാൻ വേണ്ടി ആയുധം വെച്ചത് ഇവിടെയാണെന്നവർ നുണ പറഞ്ഞതാണ്. അവര് നമ്മളെ പറ്റിച്ചിരിക്കുകയാണ്. അതേ ഭൈരവി. ഞങ്ങൾ നടത്തുന്ന ഓരോ നീക്കങ്ങളും എങ്ങനെയാണ് മനസ്സിലാക്കി തടയുന്നതെന്ന് ഞാൻ ഒരുപാട് ചിന്തിച്ചു. അത് കണ്ടുപിടിക്കാൻ വേണ്ടി തന്നെയാ വേലായുധം ഇവിടെയാണ് ഒളിപ്പിച്ചിരിക്കുന്നതെന്ന് ഞാൻ ഗംഗയോട് കള്ളം പറഞ്ഞത്. നിങ്ങളത് വിശ്വസിച്ച് ഇവിടെ എത്തിയില്ലേ? ഗംഗയ്ക്കുള്ളിൽ ശക്തികൾ പ്രവഹിപ്പിച്ച് ആ ശക്തിയുടെ പ്രഭാവത്താൽ ഞങ്ങളുടെ നീക്കങ്ങളെല്ലാം കണ്ടുപിടിക്കുകയാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞിരിക്കുക. എന്റെ മേൽ നിങ്ങൾ ശക്തി ചെലുത്തിയിട്ടുണ്ടെന്ന് ഇവര് സംശയിച്ച് പറഞ്ഞപ്പോ ഞാനത് വിശ്വസിച്ചില്ല. എന്നാ ഇപ്പൊ നന്ദിനെ രക്ഷപ്പെടുത്താൻ എന്നെ തന്നെ ഒരു കരുവായി ഉപയോഗിച്ചത് ഞാനിപ്പോ നേരിൽ കണ്ടു. എല്ലാവരും ബഹുമാനത്തോടെ കാണുന്ന നിങ്ങൾ തന്നെ ഇങ്ങനെ ഭക്തിയുടെ പേരിൽ കപട നാടകം കളിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. നിങ്ങൾ ഇനി എങ്ങനെയൊക്കെ പ്രയത്നിച്ചാലും നന്ദിനെ നിങ്ങൾക്ക് രക്ഷപ്പെടുത്താനാകില്ല. എന്റെ മേൽ ചെലുത്തിയ ശക്തി എന്താണെങ്കിലും അത് ഇപ്പൊ തന്നെ തിരിച്ചെടുക്ക. നിങ്ങളോട് തിരിച്ചെടുക്കാനാണ് ഞാൻ പറഞ്ഞത്. അവരത് തിരിച്ചെടുക്കില്ല ഗംഗെ. അവർ നിന്നിൽ എന്ത് ശക്തി ചെലുത്തിയെന്നാലും അത് ഞാൻ ഇല്ലാതാക്കാം. നീയും ഇപ്പൊ ഇവരുടെ മനസ്സിലിരിപ്പ് തിരിച്ചറിഞ്ഞില്ലേ? അത് മതി ഗംഗെ. ഇല്ല, ഇവരിങ്ങനൊരു ശക്തി എന്റെ മേൽ ചെലുത്തിയിട്ടുണ്ടെന്ന് അറിഞ്ഞതിന് ശേഷവും എനിക്ക് സമാധാനമായിട്ട് ഇരിക്കാൻ കഴിയില്ല. അത് ചെലുത്തിയ ആള് തന്നെ തിരിച്ചെടുക്കട്ടെ. നിക്ക് ഗംഗെ. ചെലുത്തിയ ശക്തികൾ തിരിച്ചെടുക്കുകയാണെന്ന വ്യാജേനെ അവർ നിനക്ക് ആപത്ത് വരുത്താൻ സാധ്യതയുണ്ട്. നീ വീട്ടിലേക്ക് പോ. ഇവരുടെ കാര്യം എനിക്ക് വിട്ടേക്ക്. മാധവി, ഗംഗയെ കൂട്ടിക്കൊണ്ടുപോ. അതെ ഗംഗെ, നീ വാ, നമുക്ക് പോകാം. വാ. എടീ നന്ദിനി, നിനക്കെതിരെ ഞാൻ ഉണ്ടാക്കിയ ആയുധത്തെ കൈക്കലാക്കാൻ ശ്രമിക്കുകയാണല്ലേ? നിന്നെ നശിപ്പിക്കാൻ പോകുന്ന ആ ആയുധം അത്ര എളുപ്പത്തിൽ നിന്റെ കൈകളിൽ എത്തുമെന്ന് നീ കരുതരുത്. എന്നെ ഇല്ലാതാക്കാനുള്ള ആയുധം നീ മറിച്ചിരിക്കാം. എന്നാൽ ഞാനിപ്പോ നിന്നെ ഇല്ലാതാക്കാൻ പോവാ. കഴിയുമെങ്കിൽ നീ രക്ഷപ്പെടാൻ നോക്ക്.
എന്നെ ഒന്ന് തൊടാൻ പോലും നിനക്കാകില്ല നന്ദിനി. ഇനി 3 ദിവസം കൂടി മാത്രം. വരുന്ന തൃക്കേട്ട നക്ഷത്രം തീരുന്നതിനുള്ളിൽ നിന്നെ നശിപ്പിച്ചിരിക്കും ഞാൻ. നിനക്ക് സാധിക്കുമെങ്കിൽ എന്നിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുക. ദിവസത്തിനുള്ളിൽ നന്ദിനെ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞല്ലേ പോയത്. ഇനിയിപ്പൊ നമ്മൾ എന്താ ചെയ്യാ? നാഗനന്ദീൻ ഇത്ര ഉറപ്പോടെ പറയുന്നുണ്ടെങ്കിൽ എന്തോ തീരുമാനിച്ചുറപ്പിച്ചിരിക്കുക. നാം ശ്രദ്ധയോടെ ഇരുന്നെങ്കിലേ അവന്റെ നീക്കങ്ങൾ മുടക്കാൻ പറ്റൂ. നാഗനന്ദീൻ പറഞ്ഞതോർത്ത് നീ മനസ്സ് വിഷമിപ്പിക്കണ്ട. മോളെ രക്ഷിക്കാൻ ഞാനുണ്ട്. നിനക്കൊരാപത്തും വരില്ല നന്ദിനി. ധൈര്യമായിരിക്കെ. ഈ പിച്ചള തന്ന അയാൾ എന്നെ പറ്റിച്ചല്ലേ? ആലോചിക്കണേ. ഈയിടെയായിട്ടും ഒക്കെ ആകെ ചിന്തയാണല്ലോ. അവനെ തന്നെ ആയിരിക്കും ആലോചിച്ചിരിക്കണേ. ദേവിയെ, നീ ആ കള്ള തിരുമാലിയെ കുറിച്ച് ആലോചിച്ചോണ്ടിരിക്കണെന്ന് എനിക്ക് അറിയാട്ടാ. പക്ഷെ ഇതിന്റെ അവസാനം എവിടെയാന്ന് എനിക്ക് ഒരു പിടി കിട്ടില്ല കേട്ടാ. എന്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയിൽ താനും കൂടി എനിക്ക് സ്വയം തരില്ലാന്ന് വെച്ചാ എവിടെയെങ്കിലും അടങ്ങി ഒതുങ്ങിയിരുന്ന് തിന്നൂടത് എനിക്ക്. നീ ആരെ കുറിച്ച് വേണമെങ്കിലും ആലോചിച്ചോ. അവന് തന്നെ ഫോൺ ചെയ്ത് ഒരു താഴെ കൂടി കൂടുതൽ മേടിച്ചു വെച്ചോ. പക്ഷെ ദേവി ഇത് ഞാൻ കഴിക്കുന്ന സ്നാക്സിൽ മാത്രം തൊട്ട് കളിക്കില്ല ദേവിയെ. താനിപ്പോ എന്താ പറഞ്ഞേ? ഒരു താഴെ കൂടി വേണമെങ്കിൽ മേടിച്ചു വെച്ചോ. എന്നെ പട്ടിണി കിട്ടില്ല ദേവിയെന്ന് പറഞ്ഞോളാം. ഇന്നാടോ താൻ എനിക്ക് ഉപകാരമുള്ള ഒരു ഐഡിയ പറഞ്ഞു തന്നത്. അടിച്ച പണം അക്കൗണ്ടിലിട്ടാ റെയ്ഡുകാർ പിന്നാലെ ഇങ്ങ് വരും. അതും പോരാഞ്ഞ ടാക്സും കൊണ്ടാൻ വേണ്ടി വേറെ പ്രശ്നമൊന്നുമില്ലാത്ത രീതിയിൽ എങ്ങനെ ഈ പണം ബാങ്കിൽ കൊണ്ടിടുന്നത്? ബ്ലേഡ് ചന്ദ്രന്റെ ബാങ്കുമായിട്ട് കണക്ഷൻ ഉണ്ടാവും. ദേവിമേടെ ഫോൺ ചെയ്യണത്. ഇനി ചിലപ്പോ നമ്മുടെ തരികട അവർക്ക് മനസ്സിലായി കാണും. കീരിക്കാടൻ ജോസിനെ വരെ ചൂണ്ടുവരിൽ നിർത്തിയിട്ടുള്ളാനേ ഞാൻ. ഇത് പറഞ്ഞ കേസ്. ഹലോ, എന്താ മേഡം, വേറെ വല്ല ഉറക്കമുണ്ടോ? ഒന്ന് നേരിട്ട് കാണണമല്ലോ. വരാൻ പറ്റുമോ തനിക്ക്? നേരിട്ട് കാണണമെന്നാ പറയുന്നത്. കാണാനൊന്നും പറ്റില്ലെന്ന് പറ. വന്ന മേഡം ചിലപ്പോ പോലീസിന്റെ പിടിയിലാവെന്ന് പറഞ്ഞാൽ മതി. പിന്നെ അക്ക, നമ്മളാ താഴെ കൂടെ അടിച്ചു മാറ്റിയത് കൊണ്ട് തന്നെ പോലീസുകാരെല്ലാം നമ്മളെ വട്ടം ചുറ്റി തിരിയാണ്. അതുകൊണ്ട് പുറത്തിറങ്ങാതിരിക്കണം. പോലീസുകാർ അഥവാ എന്നെ അങ്ങനെ പിടിച്ചാ ഞാൻ അകത്തോയ അക്കനും കൂടി എന്നോട് വരേണ്ടി വരില്ലേ? അങ്ങനെയാണോ? ശരി, എന്നാ ഞാൻ നീയുള്ള സ്ഥലത്തേക്ക് വരാം. എങ്ങോട്ടും പോവാതെ അവിടെ തന്നെ കാണണം. തനിക്ക് ഞാൻ ഒരു വലിയ ജോലി തരാൻ പോവാ. എന്താണത്? വലിയ എന്തോ ജോലി തരാൻ പോകുന്നത്? ഒരു കുഴപ്പമില്ലെന്ന് പറയാശാനെ. വലിയ ജോലിയാണെങ്കിൽ വലിയ എമൗണ്ട് ചോദിക്കാം. ഓക്കെ എന്ന് പറഞ്ഞേക്ക്. ഒരു പാർട്ടി വെയിറ്റിംഗ് ആണ്. ബോംബെ നിന്ന് ക്ലൈന്റ് ആണ്. ധാരാവിയിലെ ഒരു ചേരി ഒഴിപ്പിക്കാൻ ഞാൻ അദ്ദേഹത്തിനോട് പോവാതിരിക്കായിരുന്നു. അത് കുഴപ്പമില്ല. അക്ക മേഘം ഇങ്ങോട്ട് വന്നാൽ മതി. ഞാൻ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യാം. ശരി, ഞാൻ ഇപ്പൊ ഇറങ്ങുവാ. അവിടെ വെയിറ്റ് ചെയ്യും. ദേവിയെ, ആ കള്ളഗഡിനെ കാണാൻ പോയി. അതെ. അയ്യോ, അവനെ തേടി അങ്ങോട്ട് പോകാൻ മാത്രം ബന്ധായില്ലേ? മനസ്സിലായി. ഇനി ഞാൻ എന്തൊക്കെയാണോ കാണാൻ പോണേ. ഞാൻ നോക്ക്. കാര്യം മനസ്സിലാവാതെ എന്തെങ്കിലും കിടന്ന് പറഞ്ഞാലുണ്ടല്ലോ തന്നെ കൊന്നു കുഴിച്ചു മുറിഞ്ഞ്.
എനിക്ക് സമാധാനത്തോടെ ഇനി ജീവിക്കണമെങ്കിൽ ആ ശക്തി എന്നിൽ ഉണ്ടാകരുത്. അത് ഉടനെ ഇല്ലാതാക്കും നിങ്ങള്. നിന്റെ ശരീരത്തിന്റെ ഏത് ഭാഗത്താണ് കണ്ണഴുകി വശീകരണം നടത്തിയതെന്ന് അറിഞ്ഞാലല്ലേ അത് മാറ്റാൻ സാധിക്കൂ. അത് കണ്ടുപിടിക്കാനാകാത്ത ദുരൂഹതയായി തുടരുകയല്ലേ. അത്തരത്തിൽ ദുരൂഹതകളൊന്നും ഇനി ബാക്കി വെക്കാൻ പാടില്ല. ശക്തി ശരീരത്തിൽ എവിടെയാണ് ഒളിപ്പിച്ചതെന്ന് ഞാൻ കണ്ടുപിടിച്ച് പറയാം ഗംഗേ. ഗംഗേ, കണ്ണാടിയുടെ മുന്നിലേക്ക് നീങ്ങി നിൽക്ക. കണ്ണാടിയുടെ മുന്നിലേക്ക് നീങ്ങി നിൽക്ക. ഗംഗേ, നിന്റെ തിരുനെറ്റിയിലാണ് ആ കണ്ണഴകി വശീകരണ ശക്തി ഒളിപ്പിച്ചിരിക്കുന്നത്. ഞാൻ പോലും അറിയാതെ എന്റെ ശരീരത്തിൽ മാന്ത്രികം നടത്തിയത് എങ്ങനെയാ? ഇത് മാന്ത്രികത്തിലൂടെ ചെയ്തിരിക്കുന്നതല്ല. ആ കണ്ണഴകിയുടെ ഉപാസനാ ദൈവമായി വാഴുന്ന നെരിഞ്ചുകുടി കറുപ്പൻ സ്വാമിയുടെ തിരുനേത്ര ശക്തിയാ. അതേ തിരുനേത്ര ശക്തി ഉപയോഗിച്ചു തന്നെയാണ് നീ കേൾക്കാനിടയാകുന്ന കാര്യങ്ങളെല്ലാം നീ പോലും അറിയാതെ തന്നെ കണ്ണഴകി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഞാൻ മൂലം ആ കണ്ണഴകി യാതൊരു നീക്കവും അറിയാൻ പാടില്ല. ഉടനെ ഇത് ഇല്ലാതാക്ക്. ശക്തി അടങ്ങിയിരിക്കുന്ന ഇടം നാം തിരിച്ചറിഞ്ഞില്ലേ? ഇപ്പൊ തന്നെ ഞാനത് ഇല്ലാതാക്കാം. എന്തുപറ്റി മാധവി? നെരിഞ്ചുകുടി കറുപ്പൻ സ്വാമിയുടെ തിരുനേത്ര ശക്തിക്ക് മുന്നിൽ ഇപ്പോൾ എന്റെ മാന്ത്രിക ശക്തി തോറ്റിരിക്കുകയാണ്. എനിക്കിതില്ലാതാക്കാൻ സാധിക്കില്ല. നിന്റെ മാന്ത്രിക ശക്തിയാൽ ഇത് നിഷ്പ്രഭമാക്കാൻ സാധിക്കാതെ പോയേക്കാം. എന്നാൽ എന്റെ യോഗശക്തിയാൽ ഇത് ഇല്ലാതാക്കാൻ സാധിക്കും എനിക്ക്. നിങ്ങൾ മായപ്പിറവി തന്ത്രം അഭ്യസിച്ചിട്ടുണ്ട്, അത് ഞാൻ സമ്മതിക്കുന്നു. യോഗ നിലകളിൽ സപ്തസിദ്ധികളിലും പ്രാവീണ്യം നേടിയിട്ടുള്ള പിതാമഹനുമാണങ്ങ്. എങ്കിലും നെരിഞ്ചുകുടി കറുപ്പൻ സ്വാമിയെ അങ്ങയുടെ യോഗശക്തി കൊണ്ട് ജയിക്കാൻ സാധിക്കില്ല. നെരിഞ്ചുകുടി കറുപ്പനെ എതിർത്ത് നിന്ന് ജയിക്കാനാകില്ലെന്നുള്ള കാര്യം എനിക്കും അറിയാം. എന്നാൽ നെരിഞ്ചുകുടി കറുപ്പൻ ഭക്തർക്കായി എന്തും നൽകുന്നവനാണ്. നെരിഞ്ചുകുടി കറുപ്പനെ ഗരുഡമുദ്ര പിടിച്ചുകൊണ്ട് സൂക്ഷ്മദേഹാവസ്ഥയിൽ വണങ്ങിയാൽ കറുപ്പന്റെ മനസ്സലിഞ്ഞ് അനുഗ്രഹം നൽകുന്നതായിരിക്കും.
നമ്മൾ പറയുന്നതെല്ലാം തിരുനേത്ര ശക്തി ഉപയോഗിച്ച് ആ കണ്ണഴകി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവരടുത്ത് നീക്കം നടത്തുന്നതിന് മുൻപ് ഗരുഡമുദ്രയിൽ നിന്നുകൊണ്ട് സൂക്ഷ്മദേഹത്തിലേക്ക് മാറി നെരിഞ്ചുകുടി കറുപ്പിനെ ധ്യാനിച്ച് ഉടനെ ആ തിരുനേത്ര ശക്തി ഇല്ലാതെയാക്ക്. ഇല്ലാതാക്കാൻ ഞാൻ